സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റിങ്ങിനുള്ളിൽ കവർ ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റിങ്ങിൽ വരുന്നത്, അതിനെയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനകത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും, പലതരത്തിലുള്ള മെക്കാനിസംസും അവർ ഉപയോഗിക്കുന്നുണ്ടാവും, പലതരത്തിലുള്ള ഫങ്ഷൻസ് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഓഡിറ്റിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് കൈകടത്താൻ സാധിക്കില്ല. അങ്ങനെ ഓഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൈകടത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കൈകടത്താൻ പറ്റാത്ത ഭാഗങ്ങൾ സ്കോപ്പ് ഓഫ് ഓഡിറ്റിനകത്ത് വരില്ല. ഇനി കൈകടത്താൻ പറ്റുന്ന ആ ഒരു ഏരിയാസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പിൽ വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റൻഡഡ് യൂസേഴ്സിന് കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റിംഗ് ചെയ്തിട്ട് ഓഡിറ്റേഴ്സ് അവരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നു. എന്തടിസ്ഥാനത്തിലാണ് അവർ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അവർ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അവർ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. അതായത് കമ്പനീസിനാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ഫോമാറ്റിലായിരിക്കണം അവരെന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അവരത് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഓഡിറ്റേഴ്സ് നോക്കും. ഇതുപോലെ ഓരോ എൻറ്റിറ്റിക്കും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും പ്രസൻറ്റ് ചെയ്യേണ്ടതും എങ്ങനെയാണെന്നുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓഡിറ്റേഴ്സ് എക്സാമിൻ ചെയ്യുകയും അതിനനുസരിച്ച് അവരുടെ ഒപ്പീനിയൻ അവരുടെ റിപ്പോർട്ടിൽ നൽകുകയും ചെയ്യുന്നു. ഇതുപോലെ ബാക്കി ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഓഡിറ്റിംഗ് ചെയ്യേണ്ടത്. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പല ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും, പല ഘടകങ്ങളുണ്ടായിരിക്കും. ബാലൻസ് ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും, ഷോർട്ട് ടേം ബോറോയിങ്സ് ഉണ്ടായിരിക്കും, കറണ്ട് അസറ്റ്സ് ഉണ്ടായിരിക്കും, PPE ഉണ്ടായിരിക്കും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും, അതർ ഇൻകംസ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഓഡിറ്റ് ഓർഗനൈസ് ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ്, റിലയബിലിറ്റി ആൻഡ് സഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് വെച്ചിട്ടാണ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സിലെ ഓരോ എൻട്രീസും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സോഴ്സ് ഡേറ്റയുടെ ബേസിസിലായിരിക്കും. ഈ അക്കൗണ്ടിംഗ് റെക്കോർഡ്സും സോഴ്സ് ഡേറ്റയും റിലയബിളും സഫിഷ്യൻറ്റുമാണെന്ന് ഓഡിറ്ററിന് ഉറപ്പിക്കാൻ കഴിയണം. എന്താണ് റിലയബിൾ ആൻഡ് സഫിഷ്യൻറ്റ്? റിലയബിൾ എന്ന് വെച്ചാൽ അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിംഗ് റെക്കോർഡ്സും അതുപോലെ തന്നെ അവരുടെ സോഴ്സ് ഡേറ്റയും. സോഴ്സ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ബിൽസ്, വൗച്ചേഴ്സ്, ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം റിലയബിൾ ആണ്, ട്രസ്റ്റ് വർത്തി ആണ്, വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഈ സോഴ്സ് ഡേറ്റ ഒന്നും തന്നെ ഫാബ്രിക്കേറ്റഡ് അല്ല, ഫേക്ക് അല്ല, ജെനുവിൻ ആണ് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആർക്കുണ്ടാവണം? ഓഡിറ്റേഴ്സിന് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ബിൽസും വൗച്ചേഴ്സും ഓഡിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മതിയാവുന്നിടത്തോളം, ഓഡിറ്ററിന് വിശ്വാസം വരുന്ന അത്രയും നമ്പർ ഓഫ് വൗച്ചേഴ്സും ബിൽസും ഡോക്യുമെൻറ്റ്സും പോലുള്ള സോഴ്സ് ഡേറ്റ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എന്തുമാത്രം ഡോക്യുമെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, എന്തുമാത്രം സോഴ്സ് ഡേറ്റ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഓഡിറ്റർ ആ അക്കൗണ്ടിംഗ് സിസ്റ്റം മനസ്സിലാക്കിയിട്ടും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾസ് മനസ്സിലാക്കിയിട്ടുമാണ് തീരുമാനിക്കുന്നത്. എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ? ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു എൻറ്റിറ്റിയെയും അതിൻ്റെ സിസ്റ്റം, ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അക്കൗണ്ട്സും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ആ കൺട്രോൾ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്.
ഇൻറ്റേർണൽ കൺട്രോൾസ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്ററിൻ്റെ വർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇനി ഇൻറ്റേർണൽ കൺട്രോൾസ് നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ കുറച്ചും കൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ. എങ്കിൽ മാത്രമേ ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ പറ്റി ഓഡിറ്ററിന് അയാളുടെ ഒപ്പീനിയൻ കറക്റ്റായിട്ട് ക്വാളിറ്റി ഉള്ള ഒപ്പീനിയൻ അയാൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇൻറ്റേർണൽ കൺട്രോൾസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചാപ്റ്റർ 3 പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പ്രോപ്പർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരിക്കലും അതിലൂടെ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് യൂസറിൻ്റെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ, റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റർ കൺഫേം ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, അതായത് അക്കൗണ്ടിങ് റൂൾ പ്രകാരം എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന് ഓഡിറ്റർ അറിഞ്ഞിരിക്കണം. പ്രോപ്പർ ഡിസ്ക്ലോഷർ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഓഡിറ്റർ ഡിസൈഡ് ചെയ്യുന്നത് 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ്. 1 ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, 2 മാനേജ്മെൻറ്റ്സ് ജഡ്ജ്മെൻറ്റ്. റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും സമ്മറൈസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്നാണ് ഫസ്റ്റ് ഓഡിറ്റർ കൺഫേം ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ചില കാര്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ പ്രകാരം മാനേജ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റിനനുസരിച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫിക്സഡ് അസറ്റിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് SLM മെത്തേഡിൽ വേണോ അതോ WDV മെത്തേഡിൽ വേണോ എന്ന് മാനേജ്മെൻറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓഡിറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ള ഈ മെത്തേഡ് അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്ന് ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡിനെ ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ മാനേജ്മെൻറ്റിൻ്റെ സെലക്ഷൻ ഇവാലുവേറ്റ് ചെയ്യുകയും ഈ സെലക്ട് ചെയ്ത മെത്തേഡ് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റർ വിലയിരുത്തും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ ബേസിസിലാണ്. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇവൻറ്റ്സ്, എക്കണോമിക് ഇവൻറ്റ്സിൻ്റെ ബേസിസിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഓഡിറ്റ് സ്വാഭാവികമായിട്ടും ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ന് നോക്കാം. ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എൻറ്റിറ്റീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വാല്യുവേറ്റ് ചെയ്യുകയും എക്സാമിൻ ചെയ്യുകയും അതിൽ ഒരു ഒപ്പീനിയൻ പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഓഡിറ്ററിൻ്റെ നോളജിനും സ്കിൽസിനും പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനിയുടെ ബിൽഡിങ്ങിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയാണെന്നുള്ളത് ഒരിക്കലും ഓഡിറ്ററിനെ കൊണ്ട് പറയാൻ സാധിക്കില്ല. ഓഡിറ്ററിന് എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടാവണമെന്നുമില്ല. സോ ഓഡിറ്ററിൻ്റെ അറിവിൻ്റെയും സ്കില്ലിൻ്റെയും അപ്പുറത്തുള്ള കാര്യങ്ങൾ, അതായത് ഓഡിറ്ററിൻ്റെ ഡൊമൈനിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ ഓഡിറ്റർ ചെയ്യണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ ഓഡിറ്റർ ഈസ് നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ ഒതൻറ്റിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്. അതായത് ഒരു ഡോക്യുമെൻറ്റ് ശരിക്കും ജെനുവിനായിട്ടുള്ളതാണോ അതോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പേർട്ട് അല്ല ഓഡിറ്റർ എന്ന് പറയുന്നത്. സോ ഡോക്യുമെൻറ്റ്സ് റിയൽ ആണോ അതോ ഫാബ്രിക്കേറ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഓഡിറ്റിൻ്റെ സ്കോപ്പിന് പുറത്തുള്ള കാര്യമാണ്. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഓഡിറ്റ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷ്മമായി അക്കൗണ്ട്സിനെ നോക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഓഡിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ മൊത്തത്തിലാണ്
ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് റീസണബിൾ അഷുറൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രോഡോ എററോ കാരണം ഒരു മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അതിലുണ്ടായിട്ടില്ല, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു അഷുറൻസ് ആണ് ഓഡിറ്റ് നൽകുന്നത്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സൂക്ഷ്മമായി ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഫ്രോഡ് എന്തെങ്കിലും സസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റ് കുറച്ചും കൂടെ ബ്രോഡാണ്, ജനറലാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കും ഒരു ഇടുങ്ങിയതുമാണ്, നാരോ ആണ്. ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാനോ ഉള്ള റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിനല്ല, മറിച്ച് മാനേജ്മെൻറ്റിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓഡിറ്റിൻ്റെ സ്കോപ്പിൽ നിന്ന് പുറത്താണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റിൻ്റെ സ്കോപ്പിൽ പെടാത്തത്. ഏതൊക്കെയാണ്? ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഡൊമൈനിനും കോമ്പറ്റൻസിക്കും പുറത്തുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓഡിറ്റർ ഒരിക്കലും എക്സ്പേർട്ടല്ല, ഡോക്യുമെൻറ്റ്സ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ടല്ല. അതുകൊണ്ട് തന്നെ അത് ഓഡിറ്റിൻ്റെ സ്കോപ്പിന് പുറത്താണ്. ഓഡിറ്റും ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷനും ഒന്നല്ല. ആൻഡ് ലാസ്റ്റ് വൺ, ഓഡിറ്റർ ഒരിക്കലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റേഷനോ പ്രിപ്പറേഷനോ റെസ്പോൺസിബിൾ അല്ല. നെക്സ്റ്റ് ടോപ്പിക്, ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. എന്താണ് ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ? ഇൻബിൽട്ട് ആയിട്ടുള്ള, അതായത് എല്ലാ ഓഡിറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു ലിമിറ്റേഷൻ ഓഡിറ്റിന് ഉണ്ടായിരിക്കും. ഇത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. കാരണം ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അങ്ങനെയാണ്. അതിൻ്റെ നേച്ചർ കാരണം അതിനുള്ള ലിമിറ്റേഷൻസ് ആണ് ഈ ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഓഡിറ്ററിന് ഒരിക്കലും അബ്സല്യൂട്ട് അഷുറൻസ് നൽകാൻ സാധിക്കാത്തത്. എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് ഓഡിറ്റിങ്ങിന് ഇങ്ങനെ ലിമിറ്റേഷൻസ് വന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സബ്ജക്റ്റീവായിട്ടുള്ള ഡിസിഷൻസും ജഡ്ജ്മെൻറ്റ്സും പ്രകാരമായിരിക്കും അവർ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്ററിന് ഒരു അഷുറൻസ് നൽകാൻ പറ്റില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് ഫ്രീ ആണെന്നുള്ള ഒരു അഷുറൻസ് നൽകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻവെൻറ്ററി വാല്യൂ ചെയ്യേണ്ടത് ലിഫോ മെത്തേഡിലാണോ ഫിഫോ മെത്തേഡിലാണോ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലാണോ എന്നുള്ള ഈ ഓൾട്ടർനേറ്റീവ് ചോയ്സസിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യുന്നത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഡിസിഷനായിരിക്കും. സോ അത് പല ജഡ്ജ്മെൻറ്റ് പ്രകാരം മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ അവരായിരിക്കും ഒരെണ്ണം ചൂസ് ചെയ്യുന്നത്. അതിൽ ഓഡിറ്ററിന് യാതൊരു ഒപ്പീനിയനും പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഒരു ഇൻഹെറൻറ്റ് ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ വർക്ക് പെർഫോം ചെയ്യുന്നത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിലൂടെ ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്തിട്ടാണ്. ഇങ്ങനെ ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൽ പ്രാക്ടിക്കലും ലീഗലുമായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കറിയാം, എല്ലാ ട്രാൻസാക്ഷൻസും ചെക്ക് ചെയ്തിട്ടല്ല ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നത്, മറിച്ച് കുറച്ച് സാമ്പിൾസ് ട്രാൻസാക്ഷൻസ് എടുത്തിട്ട് അത് ചെക്ക് ചെയ്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓഡിറ്റ് എവിഡൻസ് വാങ്ങാനുള്ള ഓഡിറ്ററിൻ്റെ എബിലിറ്റിയെ ഇത് ബാധിക്കുന്നു. ഇത് ഓഡിറ്റിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലിമിറ്റേഷനാണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കാൻ സാധിക്കാത്തതും ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഇൻഹെറൻറ്റ് ലിമിറ്റേഷനാണ്. ആരാണ് റിലേറ്റഡ് പാർട്ടീസ്? എക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഡയറക്ടറാണ് എ. അതുപോലെ വൈ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറും എ ആണ്. എങ്കിൽ ആ എക്സ് ലിമിറ്റഡിനെയും വൈ ലിമിറ്റഡിനെയുമാണ് നമ്മൾ റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള റിലേറ്റഡ് പാർട്ടീസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ ചിലപ്പോൾ ശരിക്കും നടന്നിട്ടില്ലായിരിക്കാം. ജസ്റ്റ് പേപ്പറിൽ മാത്രമേ ഇങ്ങനെയൊരു ട്രാൻസാക്ഷൻ നടന്നതായിട്ട് ഉണ്ടാവുകയുള്ളൂ. ശരിക്കും അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവണമെന്നില്ല. സോ ഇത് മനസ്സിലാക്കാൻ ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സിലൂടെ കഴിയില്ല. ഇത് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഇൻഹെറൻറ്റ് ലിമിറ്റേഷനാണ്. ഇനി ഓഡിറ്ററിൻ്റെ റിക്വസ്റ്റ് പ്രകാരം മാനേജ്മെൻറ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യാതെ വരുമ്പോൾ ഒരിക്കലും ഓഡിറ്ററിന് മാനേജ്മെൻറ്റിനെ ഫോഴ്സ് ചെയ്ത് ആ എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. ഇത് ഓഡിറ്റിൻ്റെ ഒരു ലീഗൽ ലിമിറ്റേഷനാണ്. ഓഡിറ്റിംഗ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൽ നിന്ന് ഓഡിറ്റിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്.
ഓഡിറ്റിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് അല്ല ഓഡിറ്റർ എന്നുള്ളതിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. മാനേജ്മെൻറ്റ് തന്നെ ഫ്രോഡിൽ ഇൻവോൾവ് ആവുകയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലുള്ള ചില ആൾക്കാർ വിശ്വസിക്കാൻ കൊള്ളാത്തവരോ ഡിസോണസ്റ്റ് ആയിട്ടുള്ളവരോ ആണെങ്കിൽ അവർ ചെയ്യുന്ന ഫ്രോഡ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സോഴ്സ് ഡോക്യുമെൻറ്റ്സ് അവർക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഈ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ഓഡിറ്ററിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സത്യം കമ്പ്യൂട്ടർ സ്കാമിൽ നടന്നതുപോലെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഓഡിറ്ററിനെ ജെനുവിൻ ആണെന്നുള്ള രീതിയിൽ വിശ്വസിപ്പിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള എക്സ്പെർട്ടൈസ്ഡ് നോളജ് ഓഡിറ്ററിന് ഇല്ലാത്തത് കാരണം ഇത് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഇൻഹെറൻറ്റ് ലിമിറ്റേഷനായി മാറുന്നു. നെക്സ്റ്റ് പോയിന്റ്, നോട്ട് ഇൻ നേച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഇത് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഇൻഹെറൻറ്റ് ലിമിറ്റേഷനാണ്. അടുത്ത്, ടൈംലിനെസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിക്രീസ് ഇൻ റെലവൻസ് ഓഫ് ഇൻഫർമേഷൻ ഓവർ ടൈം. ഓഡിറ്റർ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രാവശ്യവും ചെക്ക് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഓഡിറ്റർ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ചില ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്തപ്പോൾ 2 ഇയറിലും സെയിം ആയിട്ട് തന്നെയാണ് ആ ഇൻഫർമേഷൻസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ തേർഡ് ഇയർ ആയപ്പോഴത്തേക്കിനും ഓഡിറ്റർ ഒരു അസംഷനിലെത്തുകയാണ് 3rd ഇയറിലും അതേ സെയിം ഇൻഫർമേഷൻ ആയിരിക്കും ഉള്ളതെന്ന്. എന്നാൽ ശരിക്കും ആ ഇൻഫർമേഷനിൽ മാറ്റമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ്റെ റിലവൻസിന് വ്യത്യാസം വന്നു ടൈം മാറിയപ്പോഴത്തേക്കിനും. അതുകൊണ്ട് തന്നെ ആ ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ റിലയബിൾ ആയി ഇൻഫർമേഷൻ അല്ല കിട്ടിയതെങ്കിൽ പോലും സെയിം റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള കോസ്റ്റ് തന്നെയാണ് അവിടെ ആയത്. സോ ഇവിടെ കോസ്റ്റിനേക്കാളും ബെനിഫിറ്റ് കുറവായിട്ടാണ് വരുന്നത്, ഓർ ബെനിഫിറ്റിനേക്കാളും വളരെ കൂടുതലാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്നതൊക്കെ നന്നായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഫാക്ടർ, ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ഓഡിറ്ററിന് ഒരിക്കലും ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഫ്യൂച്ചറിൽ മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റോ ബിസിനസ് മോഡലോ വരുന്നത് കമ്പനിയെ അഫക്റ്റ് ചെയ്താലോ ആ എൻറ്റിറ്റിയെ അഫക്റ്റ് ചെയ്താലോ അതൊരിക്കലും ഓഡിറ്ററിന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓഡിറ്ററിന് ഒരു 100% ഗ്യാരണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതും ഓഡിറ്റിങ്ങിൻ്റെ ഇൻഹെറൻറ്റ് ലിമിറ്റേഷൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ലെക്ചേഴ്സിൻ്റെ നോട്ട്സ് എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.